അത് ഞാലിപ്പൂന. തീരെ വാഴ ചെറുതായ കാരണം അങ്ങനെ നിൽക്കുന്നത്. അത് ഒഴിക്കാറായതാ. ഇത് ഒടിക്കാം. പിന്നെ ഇതെവിടെ ഉണ്ട്? ഓ, തലയിലേക്ക് തന്നെ. കീഴെ നിന്ന് കറചടും. ഇടിക്കാൻ ഇച്ചിരി പാടല്ലേ? പൂവന നമ്മളെ കൊണ്ട് നടക്കില്ല. ഇത് കല്ലൻ. ഏത്തവാഴ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊല വെട്ടി വെച്ചിരിക്കുക പഴുക്കാൻ. പഴുത്തു തുടങ്ങി. അതുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാം നമുക്ക്. ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. അപ്പം നമ്മൾ ഓണത്തിന് ഒരു പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. കാളിന് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വർഷത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. അപ്പം പഴം പുളിശ്ശേരി എളുപ്പത്തിലല്ലേ? എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പോവാം. പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പഴം അരിഞ്ഞ് അടുപ്പത്ത് വയ്ക്കാൻ തുടങ്ങാം. നമുക്ക് കൽച്ചട്ടിയിലേക്ക് പഴത്തിനെ നുറുക്കി വയ്ക്കാം. നല്ലോണം പഴുത്ത പഴം വേണമെന്നുണ്ടോ? നല്ലപോലെ പഴുത്താ നല്ലത്. അതിനാണല്ലേ മധുരം ഉണ്ടല്ലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിനധികം വേവില്ല. പഴം വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർത്ത് തിളച്ച് കഴിയുമ്പം മോരൊഴിച്ച് കടുവറുത്താൽ. അരപ്പ് വെള്ളം ചേർത്തിട്ടല്ലോ. അരപ്പ് നമ്മള് എങ്ങനെയാ? തൈര് തന്നെ ഒഴിച്ചാണോ? തൈര് തന്നെ ഒഴിച്ചാൽ അരയ്ക്കുന്ന ഒന്നുകൂടെ നല്ലത്. വെള്ളച്ചൊവയൊന്നുമില്ല. ഇതിലേക്ക് പച്ചമുളക് ഇടണോ? പച്ചമുളക് ഇടുന്നില്ല. നമുക്കൊരു പച്ചമുളകും കൂടി ഇതിന്റെ അകത്ത് കീറിയിടാം. അരപ്പരയ്ക്കുന്നതിന് ശകലം മുളക് പൊടി ചേർക്കാം. അധിക എരിവ് വേണ്ടല്ലോ. അല്പം മഞ്ഞൾപ്പൊടി ഇടണം. അല്പം ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കണം. പഴത്തിന് അധികം വേവില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. നമുക്ക് അരപ്പ് അരയ്ക്കുന്നതിന് തേങ്ങയും ജീരകവും അല്പം കുരുമുളക് പൊടിയും തൈര് ചേർത്ത് തന്നെ അരയ്ക്കുവാണെങ്കിൽ വെള്ളം അധികമാവാതിരിക്കും. അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് അല്പം തൈര് ഒഴിച്ചാണ് ഞാൻ തേങ്ങ അരയ്ക്കുന്നത്. നമ്മുടെ പുളിശ്ശേരിയുടെ പഴം വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പ് ചേർത്തിട്ട് തിളച്ചു. ഇനി നമുക്ക് തൈരും കൂടെ ഒഴിക്കാം. പഴം വേകാൻ അധികം സമയം വേണ്ടല്ലോ. ഉപ്പ് നോക്കിയില്ല. അത് പയ്യെ തിളച്ച് തുടങ്ങി. ഇങ്ങനെ വരുമ്പോഴേ നമ്മളത് വാങ്ങണം, അല്ലെങ്കിൽ വെള്ളം വിട്ടുപോകും. ഇനി നമുക്ക് കടുക് വറക്കാനുള്ളത് എടുക്കാം. കടുക് ഇടാം. ഒരു ടേബിൾ സ്പൂണോളം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ പച്ചമുളകും കരിവേപ്പിലയും. അതെ, ഉലുവയും കൂടെ വേണം. 2 ഉലുവയും വളരെ കുറച്ച് ഉലുവ. പച്ചമുളക്, കരിവേപ്പില ഇടണേ. കരിവേപ്പില വേണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, 2-3 ഉലുവ
രണ്ടോ മൂന്നോ എണ്ണമാണ്. ഉലുവയും വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊത്തി വരുമ്പോൾ താളിച്ച് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പം, പെട്ടെന്നൊരു കറിയാവും. ഇപ്പം ഓണത്തിനുള്ള പുളിശ്ശേരി റെഡിയായി. പെട്ടെന്ന് തയ്യാറാക്കാം, എളുപ്പമാണ്. പഴമായതുകൊണ്ട് പെട്ടെന്ന് വേവും. അതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയാ അരപ്പ് ചേർക്കുക. അരപ്പ് നല്ലോണം തിളക്കണം. അതും തൈര് ഒഴിച്ചാണെങ്കിൽ തൈര് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ തൈര് ഒഴിച്ച് അരപ്പരക്കുകയാണെങ്കിൽ നല്ല കുറുകിയ നല്ല പുളിശ്ശേരി കിട്ടും. അപ്പൊ അതിലേക്ക് തൈര് ഒഴിക്കുക. തൈര് ഇങ്ങനെ പയ്യെ പതഞ്ഞു വരുമ്പം തന്നെ വാങ്ങി വെക്കുക. അതിനുശേഷം കടുക് പൊട്ടിച്ച് ചേർക്കുക. എളുപ്പമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യല്ല, ഓണത്തിനൊരു വിഭവമായിട്ട് പുളിശ്ശേരി തയ്യാറാക്കുക. ഓണത്തിന് മാത്രമല്ലേ, എപ്പോ വേണേലും ഉണ്ടാക്കാം. പിന്നെ ഓണത്തിന് എല്ലാവരും കൂടുതലൊരു അതെ. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.